ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികളില്ല. കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സയ്യിദ്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. എൻ ശ്രീകുമാർ, വി.ഡി. സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ അതിശക്തമായ വിമർശനങ്ങൾ കെ സുധാകരനെതിരെ ഉന്നയിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. അതിൽ ഒന്ന്, അദ്ദേഹം KPCC ഓഫീസിലേക്ക് വരാറേ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അവിടെ ചിലർ കടന്നുകൂടുന്നു, അവിടെ നടക്കുന്നത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളെന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ സ്മൃതി, KPCCയുടെ 2 ദിവസത്തെ നേതൃതല ക്യാമ്പാണ് വയനാട്ടിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ യോഗം. അതിൻ്റെ തുടർച്ചയോ ഭാഗമോ ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം. രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ പരസ്പര അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. വി.ഡി. സതീശൻ ഇങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. അവിടെ ഏത് കാര്യവും പറയാം. KPCC പ്രസിഡന്റിനെ വിമർശിക്കാം, KPCC ഓഫീസിനെ കുറിച്ചും പറയാം, എന്തും പറയാം. പക്ഷേ അത് നമ്മൾ ഈ പുറത്ത് അത് ഏത് രീതിയിലാണോ വാർത്തയായിട്ട് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുസമൂഹം അതിനെ കാണുന്നത്. അപ്പോൾ KPCC ഓഫീസിൽ കയറാൻ കൊള്ളാത്ത സ്ഥലമാണെന്ന് വി.ഡി. സതീശനെ പോലെ ഒരു നേതാവ് പറയും എന്ന് ഒരിക്കലും ഈ നാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവും പ്രവർത്തകനും ജനങ്ങളും ചിന്തിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ KPCC ഓഫീസിൽ എന്നും AK ആൻ്റണി എല്ലാ ദിവസവും വൈകുന്നേരം KPCC ഓഫീസിൽ എത്തുന്നുണ്ട്. വർക്കിംഗ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പറായ AK ആൻ്റണി എല്ലാ ദിവസവും വൈകിട്ട് KPCC ഓഫീസിലുണ്ട്. കയറാൻ കൊള്ളാത്ത സ്ഥലമാണെങ്കിൽ AK ആൻ്റണി പോകുമെന്ന് സ്മൃതി വിചാരിക്കുന്നുണ്ടോ? ഒന്നത്. രണ്ടാമത്തെ കാര്യം, KPCCയുടെ ഉന്നതരായ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനാണ് സംഘടനാ കാര്യങ്ങൾ അവിടെ നോക്കുന്നത്. സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ കെ സുധാകരനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ആളാണ്. KPCC അധ്യക്ഷൻ എന്നും KPCC ഓഫീസിൽ പോയി ഒപ്പിടണം എന്നില്ല. KPCC ഓഫീസിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വെക്കുന്നത് പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ കാര്യങ്ങൾ നോക്കാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എന്തായാലും സതീശൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള 100%. എത്രത്തോളം പാർട്ടി ഓഫീസിൽ എത്തുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ, അതുകൂടി താങ്കൾ പരിശോധിച്ചിരിക്കുമല്ലോ. വരാത്ത പ്രസിഡന്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ എന്നും വരേണ്ട, താങ്കൾ പറഞ്ഞതുപോലെ എന്നും വന്ന് ഒപ്പിടുകയൊന്നും വേണ്ട. പക്ഷേ എത്രത്തോളം വരാറുണ്ട്, എത്ര ദിവസങ്ങൾ വരാറുണ്ട്? ഞാൻ ഈ പറഞ്ഞ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, താങ്കൾ ഈ പറഞ്ഞ TU രാധാകൃഷ്ണൻ അവിടെ ചുമതലയുണ്ട്, സമ്മതിച്ചു. അതുകൂടാതെ ചില ആരോപണങ്ങൾ നേരത്തെ KPCC ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ സ്ഥിരമായി വരുന്നു. പണം തിരിമറിയുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയനായാൽ അവിടെ സ്ഥിരമായി അവിടെ നിൽക്കുന്നു. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് അപ്പുറത്തു നിന്നും ഉയരുന്ന ആക്ഷേപം. നോക്കൂ സ്മൃതി, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കേന്ദ്ര ഓഫീസിൽ ഏതെങ്കിലും ഒരു ജീവനക്കാരനെയോ നേതാവിനെയോ കുറിച്ചോ എന്നും പരാതി ഉണ്ടാവും. കാരണം ഈ പരാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കഠിനമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ചില നേതാക്കളുണ്ട്. ആ നേതാവിനെ ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങളൊക്കെ വരും. പക്ഷേ പ്രത്യക്ഷത്തിൽ ആർക്കും അനുഭവമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ നമ്മളിപ്പോൾ CPM-നകത്തെ യോഗ തീരുമാനങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യുമല്ലോ. അവരാരും സമ്മതിക്കില്ല പുറത്ത് ഇതാണ് സംഭവിച്ചത്, ഇന്ന കാര്യങ്ങൾ ഇന്ന നേതാക്കൾ പറഞ്ഞു എന്നുള്ള കാര്യം സമ്മതിക്കില്ല. പുറത്തേക്ക് വാർത്തകൾ വരുന്നത് എങ്ങനെയാണ്? അകത്തുനിന്ന് തന്നെ തന്നിട്ടായിരിക്കുമല്ലോ. അല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. വി.ഡി. സതീശനും സുധാകരനും അതുപോലെ എല്ലാ നേതാക്കളും അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ KPCC ഓഫീസിൽ കയറാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്മൃതി പറയണേ? ഇത് നമ്മളിങ്ങനെ ഒരു KPCC ഓഫീസ് എന്ന് വെച്ചാൽ പവിത്രമായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആസ്ഥാന മന്ദിരമാണ്. അവിടെ ആർക്കും ഏതൊരു പൗരനും അവിടെ ചെല്ലാം, പ്രവർത്തകന് മാത്രമല്ല. ആ പൗരൻ ചെല്ലുമ്പോൾ എന്തിനാണ് എന്ന ചോദ്യം ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ട് അയാളെ ബന്ധപ്പെട്ട നേതാവിനിടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അവിടെ എന്തായാലും പറയുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ. കാരണം പരസ്പരം എല്ലാ നേതാക്കളും ഒരേ അഭിപ്രായക്കാരല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, AK ആൻ്റണിയെ പോലെ മുതിർന്ന ഒരു നേതാവ് എന്നും
വൈകുന്നേരം KPCC ആഫീസിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ആന്റണി KPCC ആഫീസിൽ പോകുന്നതെന്ന് അറിയാമല്ലോ. ആ ഓഫീസിനെ കുറിച്ച് VD സതീശൻ ഇങ്ങനെ പറയുന്ന പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഞാനും പത്രപ്രവർത്തനായിരുന്ന ഒരാളാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കാറുണ്ട്. എന്താ, സതീശന് സുധാകരനും തമ്മിൽ ഭിന്നതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ പരസ്യമായിട്ട് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞിരിക്കാം, ഇല്ല, ഇങ്ങനെയുള്ള ഊഹത്തിലേക്കൊന്നും മാധ്യമപ്രവർത്തകർ പോകില്ല. അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതായി അവിടെ നിന്ന് അകത്തു നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങളാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ടറാണല്ലോ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് മൊത്തം ഊഹാപോഹമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ പല റിപ്പോർട്ടിംഗ് ഊഹാപോഹമാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. പരസ്പര അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴാണ് ഊഹാപോഹം എന്ന് പറയുന്നത്. കയറാൻ കൊള്ളാത്ത സ്ഥലം എന്ന് VD സതീശൻ പറഞ്ഞു. അങ്ങനെയാവില്ല. KPCC ആഫീസിൽ എല്ലാവർക്കും കടന്നെല്ലാം പറ്റേണ്ട അവസ്ഥ ഉണ്ടാകണം. അവിടെ ആരും അപ്രമാദിത്വം കാണിക്കരുത് എന്നൊക്കെ ഏത് നേതാവും പറയും. അത് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ ഊഹാപോഹം എന്ന് പറയാൻ കാരണം ഇന്നത്തെ പത്രങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇന്നത്തെ ഒറ്റ കാര്യം കൂടെ പറയാവോ? പറയൂ. ഇന്നത്തെ പത്രത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനെ കുറിച്ചൊരു വാർത്തയുണ്ട്. 2 പത്രങ്ങളിൽ ഞാൻ വായിച്ചു. TM പ്രതാപൻ K മുരളീധരനെതിരെ ആഞ്ഞടിച്ചു എന്നാണ് വാർത്ത. പ്രതാപൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ, ഇന്ന് പ്രതാപൻ അതിന്റെ നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. K മുരളീധരൻ അത് വിശ്വസിച്ചിട്ടുമില്ല, അത് സമ്മതിച്ചു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.